ഹലോ അസ്സലാമലൈക്കും. അങ്ങനെ ശനി ഞായറൊക്കെ കഴിഞ്ഞതാ പിന്നെ ഒരു തിങ്കളാഴ്ചയായിട്ട് 2 ദിവസമായിട്ട് അടുക്കള രാവിലെ എന്ന് പറയുമ്പോൾ അധികം ധൃതിയൊന്നും ഇല്ലാതെ മെല്ലെ പണിയെടുത്ത ദിവസങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും കുറച്ച് ധൃതി സ്പീഡും ഒക്കെ കൂടും. ഇന്ന് നമ്മൾ ദോശയും പിന്നെ നമ്മുടെ സോയാബീൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോയാബീൻ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും രാവിലെ കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുട്ട കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ട 3 പുഴുങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ റൂമിലേക്കാണ് കേട്ടോ വന്നത്. ഇതാ കിടന്ന ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി ഒതുക്കി പെറുക്കി വെക്കണമായിരുന്നു. എനിക്ക് ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റൂം വേറെ ഒന്നും ചെയ്തിട്ടില്ല, അടിച്ചുകൂരാ തുടക്കം ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ റൂം വൃത്തിയായിട്ട് കാണുകയും ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, അങ്ങനെ റൂമൊക്കെ ക്ലീൻ ആക്കി വന്നു. അപ്പോഴത്തേക്ക് മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെള്ളം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ദോശ ഉണ്ടാക്കണം. പിന്നെ ഇതാ സോയാബീനിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഇതേപോലെ എണ്ണയിലൊന്നിങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. എണ്ണയിൽ മുക്കി പൊരിക്കല്ല കേട്ടോ, കുറച്ച് എണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ വേറൊരു പാനിൽ എണ്ണ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ച് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ വാട്ടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പൊരിച്ച സോയാബീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോയാബീൻ റോസ്റ്റ്. പിന്നെ അതിൻ്റെ ഇടയിൽ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദോശയും പിന്നെ ഞാനൊരു പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടു. അത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മക്കൾക്കൊക്കെ ദോശ കൊടുത്തു. അതിനുശേഷം ഞാനും കൂടി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റില്ല.